ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ പണിക്ക് പുറത്തിട്ട് നമ്മ നാഷ്ടലാക്കിട്ട് ഇരുന്നോളി. ശരി, അപ്പൊ പോയിട്ട് അമ്മ. ഗീതന്റെ സ്കൂളിന്റെ ഓർമ്മ വന്ന് ചെറുപ്പത്തില് സ്കൂൾക്ക് പോകണം. നമ്മള് ഈ ലൈനായിട്ട് രാവിലെ ഇങ്ങനെ നിക്കുവല്ലേ, എന്ത് പറയാന്, അത് ജനജന പറയുന്നു. അത് ഞങ്ങളുടെ പിന്നാലെ ഇങ്ങനെ നിക്കുവല്ലേ ലൈനിക്ക്. അപ്പൊ നമുക്ക് ഈ ജുട്ട് രണ്ട് സൈഡിക്ക് ഇങ്ങനെ ജുട്ട് കെട്ടണം. അപ്പൊ റിബൺ ഒന്നും ഉണ്ടാവില്ല. ഈ സാരീന്റെ ഓരോ കഷ്ണങ്ങൾ കീറിയിട്ട് കെട്ടിയിട്ട് പോവാ. അപ്പൊ എന്താക്കോ ഈ ടീച്ചർമാര് കാണും പറഞ്ഞ് ടീച്ചർമാര് നമ്മൾ നേരേക്ക് ഇങ്ങനെ നിന്നുണ്ടാവില്ല. അപ്പൊ നമ്മള് കുറച്ചും കൂടി ആ ടീച്ചറിനെ കാണണ്ട പറഞ്ഞിട്ട് കുറച്ചും കൂടി ഇങ്ങനെ ആ കുട്ടി കുറച്ച് എഗറുണ്ടാവണം. അതിന്റെ ബാക്കിൽ പോയിട്ട് നിക്കുന്നത് നമ്മള് യൂണിഫോം ഒന്നും ഇല്ലാണ്ട് യൂണിഫോം എല്ലാം കീറിയിട്ടുണ്ടാവും. പിന്നെ ജുട്ടൊക്കെ റിബനും ഉണ്ടാവില്ല. അപ്പൊ ബാക്കിലേ പോയിട്ട് നിക്കും. അപ്പൊ ടീച്ചർ പറയും ചെറിയ കുട്ടികൾ മുമ്പിൽ വരീന്ന് പറയും, മുമ്പിൽ നിക്കാൻ. അപ്പൊ നമ്മള് ബാക്കിൽ പോയിട്ട് വലിയ കുട്ടികളുടെ ബാക്കിലേ നിക്കുള്ളൂ, ടീച്ചർമാര് കാണാൻ പാടില്ല പറഞ്ഞിട്ട്. അതല്ല ഇങ്ങനെ ഓർമ്മയായി അവിടെ നിൽക്കുമ്പോ നിനക്ക് ഓർമ്മ വന്നിട്ട് ആ കഥ നേരത്തെ പറഞ്ഞോണ്ട് എന്റെ അടുത്തല്ലേ. അതേമ്മ ഈ ಊರು ಮಕ್ಕಳೇ ബാലു ಇವನು ಮಣಿಗಂಡ ಎಲ್ಲ ಸ್ಕೂಲ್ಗೆ പോകുമ്പോ അപ്പൊ അരക്കാലിന്റെ ചട്ടി ഇത്രക്ക് അതെ. അപ്പൊ അതേ ഇടണമെന്നൊന്നും നിയമമില്ല. പാൻറ്റുള്ളവർ പാൻറ്റ് ഇടാം, ഇവർക്ക് പാൻറ്റ് ഇല്ല. ഉള്ളത് നമുക്ക് പറയാൻ എന്താ അല്ലേ. അപ്പോ കീറിയിട്ടുണ്ടാവും, തൈരിട്ട് ഈ കുട്ടികൾ കളിച്ചിട്ട് ഈ രണ്ട് ഭാഗവും ഓട്ട ഉണ്ടാവും. അപ്പൊ ഈ കുട്ടികൾ എൻ്റെ അടുത്ത് കണ്ടിട്ട് പറയും, അമ്മ എനിക്ക് തുന്നി കൊടുത്തമ്മ. കാണാൻ പാടില്ല അമ്മ, പുറത്ത് തുന്നിയത് കാണാൻ പാടില്ല. ആണ് ഞാൻ ഉട്ടാക്കിയിട്ട് ചെറുതാക്കിയിട്ട് അതിനെ തുന്നിയിട്ട് ഇട്ടിട്ട് നോക്കപ്പ കാണാൻ നോക്കിയമ്മ തിരിഞ്ഞിട്ട് കാണിക്കൂ. അപ്പൊ കാണൂല്ലടാ, കാണില്ലടാ എന്ന് പറഞ്ഞിട്ട് അയക്കൂ. അപ്പോഴത്തെ ഒരു നീ പറഞ്ഞല്ലേ റിബൺ കൂടി എടുത്തിട്ടുണ്ടാവില്ല, തുണി കണ്ടോ നങ്ങ കെട്ടിയിട്ട് പോയതെന്ന്. നാനും ആ പാട് നിന്റെ കാട്ടി മുമ്പേ ജനിച്ചോളല്ലേ, അതിൻ്റെ കാട്ടി അപ്പുറത്തെ പാടുണ്ടായിമ്മ. അങ്ങനെ ആക്കിയോണ്ടുണ്ടായി. എന്തെന്ന് പറഞ്ഞാൽ അപ്പോൾ സ്കൂൾ കഴിക്കാൻ പാടില്ല, അത്ര കഷ്ടമുള്ളവരെന്ന് ഇപ്പൊ ചോദിക്കൂ. ഞാൻ എന്തിന് അയച്ചു പറഞ്ഞ 4 ആൺകുട്ടികളായി, നീ ഇപ്പൊ പഠിക്കൂ. നിന്റെ അടുത്ത് ഈ കുട്ടികൾ ഇങ്ങനെ പടം നോക്കിയിട്ട് പറയൂ എന്താണത് എന്ന് ചോദിക്കൂ. അപ്പോൾ കുറച്ചാകുമ്പോ പഠിച്ചാല് ആ പേപ്പറോ എന്താ എടുത്തിട്ട് കൊണ്ടുവന്നെ ആയാൽ എന്ന് പറഞ്ഞിട്ട് അവർ വായിക്കുമല്ലേ. അതിന് വേണ്ടിയിട്ട് 8ാം ക്ലാസ്സും 5ാം ക്ലാസ്സും 9ാം ക്ലാസ് 10 മണികണ്ഠം പഠിച്ചു. അതെ, ഇവൻ പഠിച്ചങ്ങനെ ആരും പഠിച്ചിട്ടില്ല. അങ്ങനെ ടൈമിൽ അങ്ങനെയാണ് ഇഷ്ടത്തിൻ്റെ ടൈമിൽ ഓരോരോ കഷ്ടം വന്നത് ഇപ്പൊ ഓർത്തിട്ട് പറയാൻ പോയാൽ ഗീതാ ഇപ്പൊ തെളിയും കൂടി കുടിക്കില്ല, ബേജാറ് കുടിച്ചിട്ട്. പിന്നെ നമ്മള് പഠിക്കാനുള്ള കുറച്ച് ഉഷാറുണ്ടായി. അപ്പോ ഈ 1ാം ക്ലാസ്സിന്ന് 4ാം ക്ലാസ് വരെ കുറച്ച് നല്ല ഉഷാറുണ്ടായി. അപ്പൊ അത്ര ഈ വീട്ടിലത്തെ ചിന്ത നമുക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ 1ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് നമ്മുടെ അമ്മക്ക് സുഖമില്ലാണ്ട് അമ്മ പോയത്. പിന്നെ അച്ഛനും ഒറ്റയ്ക്ക് ഉണ്ടായത്. അച്ഛന് നമ്മള് 3 ആളിനെ പഠിപ്പിക്കാനല്ലേ. അങ്ങനെ അച്ഛന് ഇതായിട്ട് വീട്ടിലേക്ക് അച്ഛൻ ഒരാൾ പണിയെടുത്തിട്ട് വീടും ചെലവും നോക്കണം, പിന്നെ നമ്മളെ പഠിപ്പിക്കണം. അങ്ങനെ എല്ലാം ആയ പിന്നെ നമ്മളൊരു 5ാം ക്ലാസ് കഴിഞ്ഞ പിന്നെ നമ്മൾ കാപ്പി പറിക്കാൻ പോയത്. ഈ കാപ്പി ടൈം വരുമ്പോ അതിന്റെ ഓർമ്മ. അപ്പൊ കാപ്പി പറിച്ചിട്ട് ഈ കുഞ്ഞി കയ്യിൽ പറിച്ചിട്ട് വേണം നമുക്കത് ഒരാഴ്ച പറിച്ചാല് ഇത്ര കാപ്പിയാവും ആ കാപ്പി. അപ്പൊ ആ പൈസ കൊണ്ടുപോയിട്ട് നമ്മള് ഒരു ബുക്ക് മേടിക്കും, ഒരു നോട്ട്സ് മേടിച്ചാല് അതെല്ലാ സബ്ജക്റ്റും അതിൽ വരും. പിന്നെ ബാക്കിയുള്ള പൈസ ഉണ്ടെങ്കിൽ ഫീസ് പൈസ അപ്പൊ കുറവല്ലേ, 50 റുപ്യ എന്താ ഫീസ് പൈസ ഉണ്ട്, അതിന് കുറച്ച് കൊടുക്കും.
കൊടുക്കും. പിന്നെ നെക്സ്റ്റ് ഇനി ഒരു 2 ആഴ്ച കഴിഞ്ഞ പിന്നെ പിന്നെയും പോകും കാപ്പി പറിക്കാൻ. അതെ. അങ്ങനെ നമ്മള് ഒരു 8 ആഴ്ച ലീവ് കുട്ടികൾക്ക് ഇരിക്കുമ്പോൾ ഞാൻ എന്താക്കൂ, ഓരോരോ പ്ലാസ്റ്റിക് ചാക്ക് ഓരോരുത്തർക്ക് കൊടുക്കും. ഇതില് യാറിന്റെ അധികമാണ് നോക്കി അത് ഇപ്പൊ കെട്ടാനാവില്ല, ഇങ്ങനെ ചുരുട്ടിയിട്ട് വെച്ച് കൊടുക്കും, പറിച്ചിട്ട് അതിൽ കീഴി യാറിന്റെ അധികം ആവുന്നു നോക്കണു. എന്റേതേ അധികം എന്ന് പറഞ്ഞിട്ട് പരിക്കും. ഈ ചാക്ക് ഒരു ബക്കറ്റോ അല്ലെങ്കിൽ ഒരു പാട്ടയോ ഈ പിന്നെ ഇടുപ്പ് കെട്ടാനൊന്നും അത്ര അറിയില്ലല്ലേ. അതെ, ഒരു പാട്ടയോ അല്ലെങ്കിൽ ഒരു ചാക്കോ ഇത് വൈകുന്നേരം വരെ വലിക്കും. ഇത് പകുതി ആയാലും വലിക്കാനായിട്ടില്ലെങ്കിൽ ഇതിനെ വലിക്കാൻ പറയും വേറെ കുട്ടികളെ അങ്ങനെ കാപ്പി കട്ടെടുക്ക് പറഞ്ഞിട്ട് അതിനെ വലിച്ചോണ്ടേ നടക്കും. ഏറ്റാനും ആവില്ല, അത് വെക്കൂ. അതില് ഇവനുക്ക് മാത്രമേ എനിക്ക് കിട്ടണം അങ്ങനെ ചാക്ക്. അവന് ഇവനും പറിക്കുവോ അതില്. രാജന് പറിച്ച ചെടി എല്ലാം കാപ്പി പറിച്ചിട്ടുണ്ടാവും. മടിയിൽ കാപ്പി ഉണ്ടാവില്ല. ചെടീൻ്റെ അടുത്ത് പോയിട്ട് ഇതിൻ്റെ കാപ്പി എന്തായി നോക്കുമ്പോൾ അതിൻ്റെ തോള് മാത്രം ഉണ്ടാവും. എല്ലാം പറിച്ചിട്ട് തിന്നിട്ട് ചപ്പി ഇട്ടിട്ട് എല്ലാ തോലുണ്ടാവും, കൊട്ടയും ഉണ്ടാവും അവിടെ. ഇതിൻ്റെ രസം കാപ്പി പറിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കും. അപ്പൊ ബെസ്പും അറിയില്ല ദാവോ അറിയില്ല, അങ്ങനല്ലേ ആ ടൈം കളിക്കുന്ന ടൈം. ഇപ്പൊ ഒരു ലേശം നേരം ഇത് ഇരിക്കാനാവില്ല, നിൽക്കാനാവില്ല. ബെസ്റ്റ് അങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ ചെറിയത് പഴയ സ്റ്റോറി എല്ലാം വന്നല്ലേ. അതെ, മുമ്പത്തെ സ്റ്റോറി അപ്പാ ഇവള് ഒന്ന് പറഞ്ഞല്ലേ, തുണി കീറിയിട്ട് സാരിന്റെ തുമ്പ് കീറിയിട്ട് നങ്ങ കെട്ടിയിട്ട് പോയി എന്ന് പറയുമ്പോ എന്റെ ചിന്തയും എനക്ക് വന്നു. അങ്ങനെ ഞാനും കഷ്ടപ്പെടുന്നു. നമ്മള് ഒരു നീല കളറിന്റെ ഒരു ദിവസം തിങ്കളാഴ്ച ചൊവ്വാഴ്ച നീല കളറ്, ബുധനാഴ്ച കറുപ്പ് കളറ് റിബന്. അപ്പൊ ഈ കറുപ്പ് കളർക്ക് എല്ലാവർക്കും സാരിക്ക് കറുത്തത് ഉണ്ടാവുമല്ലോ, ഈ ബോർഡർ ഇതേപോലത്തെ ബോർഡർ, അതിനെ കട്ടാക്കും. അതിനിങ്ങനെ കട്ടാക്കിയിട്ട് നീളത്തിൽ കട്ടാക്കിയിട്ട് അതൊന്നും നീല കളർ കിട്ടാനേ ബുദ്ധിമുട്ട്. അപ്പൊ എല്ലാ ദിവസവും ഈ കറുപ്പ് തന്നെ കിട്ടും. അപ്പൊ ടീച്ചർമാർ കഴിഞ്ഞ അടിയും കിട്ടും. അടി കിട്ടും, നമ്മളുടെ കഷ്ടത്തിന്റെ അനുഭവം. പരിപാടി ഒന്നുമില്ല, നല്ല കുഞ്ഞ മത്തിയും പിന്നെ പൂളയും കൊടുന്നിട്ട് നല്ല പുഴുങ്ങിട്ട് ഇതൊന്ന് കറിയാക്കിയിട്ട് നമുക്ക് തിന്നാന്ന് പ്ലാൻ ഉണ്ട്. നല്ലത്, അത് പൂളയ്ക്ക് പാങ്ങുണ്ടാവും ഇതിന്റെ കറിയും. അതെ, പൂളക്കിഴങ്ങ്. അപ്പൊ നമ്മൾ ആക്കാൻ പോണത് എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമല് എല്ലാരും ആക്കുന്ന അങ്ങനെ തന്നെ. അപ്പൊ ഇതാ നമ്മുടെ കാശ്മീരി ചില്ലി, ഇതിന് തക്കാളിയും ഈ മുളകും കൂടിയിട്ട് പുഴുങ്ങിട്ട് നല്ല നൈസായിട്ട് അരച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് പിന്നെ ഉള്ളിയും മുളകും എല്ലാം ഇട്ടിട്ട് വറുത്തിട്ട് അതൊരു കറിയാക്കാം. മിഞ്ഞ നോക്കി ആക്കിട്ടില്ലായിരുന്നു നീ, അതേ പാങ്ങുണ്ട് അതിനെ അതേമാതിരി ആക്കിന്ന് പറഞ്ഞു. അങ്ങനെ ആക്കാം. അപ്പൊ നമ്മള് പൂളെല്ലാം ആക്കിയിട്ട് തിന്നുമ്പോ അതെ പാങ്ങുണ്ടാവും. കുഞ്ഞിമത്തിയും നല്ല വേവിക്കണം, പൂളനെ നല്ല പാങ്ങുണ്ടാവും. റെഡിയാ? പുളിമുളക് വെച്ചതല്ലേ? അതെ, നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ നമ്മള് പൂളയും നോക്കാം, ടേസ്റ്റ് നോക്കല്ലേ? അതെ, സൂപ്പർ ആയിട്ടുണ്ട്. നല്ല ബെന്ത്, നല്ല അതെ കൂടെ നല്ല ബെന്തിന് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അമ്മക്ക് ചോറ് അതെ. മീൻ കറി എങ്ങനെ ഉണ്ടാവോ? സൂപ്പറായിട്ടുണ്ട്. കറിയും കുഞ്ഞു മീനല്ലേ, പാങ്ങുണ്ട്. പുളിമുളകിൽ വെച്ചതും സൂപ്പറായിട്ടുണ്ട്. ഞാൻ കുറച്ച് ചോറെണ്ണ എടുത്ത് പിന്നെ തിന്നക്കയെന്ന് പറഞ്ഞിട്ട് എങ്ങനെയുണ്ട്? പുളിമുളകിൽ വെച്ച കറിയല്ല, ടേസ്റ്റ് ആക്കി നോക്കിട്ട് പറയാം. അടിപൊളിയാണ്. പിന്നെ കുഞ്ഞമത്തി ഉണ്ടടാ, ഇതില് മുള്ളു കില്ലൊന്നും ഇഷ്ടമല്ല. അതെ, ആർക്കും തിന്നാം. അതെ, കഴിഞ്ഞ് മുണ്ടൊക്കെ തിന്നാം. പൂളയും വെച്ച മീൻകറിയും കുഞ്ഞമത്തിന്റെ. അങ്ങനെ നമ്മള് പണിയെല്ലാം വിട്ടിട്ട് വന്ന്
ഇങ്ങനെ കാര്യങ്ങളെല്ലാം വാക്ക് പറഞ്ഞ് നമ്മളെ പണ്ടത്തെ കാര്യങ്ങൾ. അതെ, മോള് പറയുമ്പോ മോളുടെ ഒപ്പം അമ്മേണ്ടതും ഏത്താൻ കഴിയാത്തത് ഉണ്ടല്ലേ. അതെ, അപ്പൊ അമ്മയും പറഞ്ഞു. അതെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതെ, ബൈ. ബൈ.